വീഡിയോയിൽ നമ്മൾ കുറേ ഗ്ലോബൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യമേ തന്നെ ഇന്നലെ നമ്മളൊരു ഫ്ലൈറ്റിൻ്റെ ആക്സിഡൻറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ചെറിയ ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡെവലപ്മെൻറ്റിൽ ഈ ഒരു അസർബൈജാൻ ഫ്ലൈറ്റിനെ റഷ്യ വെടിവെച്ചിട്ടതായിട്ടാണ് ഇപ്പോഴേ ഒരു റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ട് വരുന്നതിനെക്കുറിച്ച് റഷ്യയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പരാമർശം ഇതിനെക്കുറിച്ച് വന്നിട്ടില്ല. മറ്റുള്ള രാജ്യങ്ങളുടെ ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തിയതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇത് ഏതാണ്ട് 2003 റഷ്യ ഇതേപോലെ തന്നെ ഒരു ഉക്രൈൻ ഫ്ലൈറ്റ് വെടിവെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് വളരെ ദയനീയ അവസ്ഥയായി പോയി. കാരണം റഷ്യയെ പോലത്തെ ഒരു രാജ്യത്തിനൊക്കെ ഫ്ലൈറ്റുകളെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു പരാജയം തന്നെയാണ്. പിന്നെ എന്ത് തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസമാണ് അവർ കൊണ്ടു നടക്കുന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ഇത് അവരുടെ തന്നെ റഷ്യൻ സിറ്റിസൺസ് തന്നെ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതാണ്. അത് സ്വന്തം നാട്ടുകാരെ തന്നെ വെടിവെച്ചിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു തോൽവി വേറെ എവിടെ ഉണ്ടാവത്തില്ല എന്നുള്ളതാണ്. അത് പാസഞ്ചർ കാരിയറും ഡ്രോണും പിന്നെ അവർക്ക് അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഫൈറ്റർ ജെറ്റുകൾ തമ്മിൽ വ്യത്യാസം ഇവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. എന്താണ് ഇതിന്റെ ഇത്ര വലിയ കോൺഫ്ലിക്ട്? തുടരെ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ഇതിപ്പോ ഒരു വാർഫീൽഡ് ആണ്, ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നിരുന്നാലും സ്വന്തം നാട്ടുകാരെ തന്നെ വെടിവെച്ചിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്. അടുത്തത് യമനിൽ ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണം. നമ്മൾ രാവിലെ തന്നെ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ ഈ നടത്തിയ ആക്രമണത്തിനെ ഗണ്ണിച്ചുകൊണ്ട് പല രാജ്യങ്ങൾ, അതായത് ഇറാൻ പറയുന്നുണ്ട് ഓക്കെ സമ്മതിക്കാം, പക്ഷെ ഇതിനെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ട് അന്റോണിയോ ഗുട്ടറസ് സെക്രട്ടറി ജനറൽ അയാൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതായത് ഇതേ വ്യക്തി ഇതൊരു 5 പ്രാവശ്യം ഇസ്രായേലിന്റെ ഉള്ളിൽ യമനിൽ നിന്നുമുള്ള മിസൈൽ വന്ന് പതിക്കുമ്പം എന്തെങ്കിലും ഒരു ചെറിയ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ നമുക്ക് കൺസിഡർ ചെയ്യാന്നേ ഉള്ളൂ. പക്ഷെ അപ്പോഴൊക്കെ മിണ്ടാതിരുന്ന ഈ ഒരു അന്റോണിയോ ഗുട്ടറസ് യുഎന്റെ സെക്രട്ടറി ജനറൽ ഇപ്പൊ ഏതാ പുതിയ പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണെന്നുള്ളതാണ്. ഇവർ എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ നിലകൊള്ളുന്നത്, ഏത് തരത്തിലാണ് ഇവരുടെ നിലപാടുകൾ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് ഞാൻ പറയാനുള്ള കാരണം വെച്ചാല്, അതായത് യുഎന്റെ ആൾക്കാരെ തന്നെയാണ് യമനിൽ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നത്. അവരെ ഒന്ന് വിട്ടുതരുമോ എന്ന് പറഞ്ഞ് കാലിൽ വീണ് അപേക്ഷിക്കാൻ പോയതാണ് ഈ ഒരു യുഎന്റെ റെപ്രസെന്റേറ്റീവ്സ് അവിടെ. ഇപ്പൊ ഈ തീവ്രവാദികൾ അവന്മാർ ചിലപ്പോൾ ഇവന്മാരെയും പിടിച്ച് ഈ ടെഡ്രോസ് അദാനത്തിനെ വരെ ചിലപ്പോൾ പിടിച്ച് അകത്തിട്ടേനെ. ആ രീതിയിലുള്ള തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി സംസാരിക്കുന്നത്. അവിടെ തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ട് യമന്റെ ഉള്ളിൽ തന്നെ. പകുതിയായിട്ട് മുറിച്ചിട്ടാണ് യമന്റെ സന ഉൾപ്പെടെയുള്ള സിറ്റി ഈ ഹൂത്തികളും ബാക്കിയുള്ളത് ഈ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ തന്നെ ഒരു രീതിയിലും ലെജിറ്റിമേറ്റ്ലി അതിനെ ഒന്നും ഗണ്ണിക്കാൻ കഴിയാത്ത ഈ ഒരു ഗുട്ടറസ് ഇസ്രായേൽ പോയി അറ്റാക്ക് ചെയ്ത് അവരുടെ സേഫ്റ്റിയുടെ, അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് അവർക്കെതിരെ നിരന്തരം ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു യമനിലേക്ക് പോയി നടത്തിയ ആക്രമണത്തിനെ വളരെ ശരിയായിട്ടുള്ള ഒരു ആക്രമണത്തിനെ ഗണ്ണിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നാണ് നമ്മൾ ഈ ആൾക്കാരെയൊക്കെ വിലയിരുത്തേണ്ടത്, ഇവരുടെയൊക്കെ നിലപാടുകൾ എന്താണെന്നുള്ളത്. അപ്പൊ ഇസ്രായേൽ തികച്ചും ഒരു വാറായിട്ട് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യമനിൽ തുടരെ അറ്റാക്ക് നടത്തും. അപ്പൊ ഇത് കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട്, അതായത് ഇസ്രായേലിൽ നിന്നും ഫ്ലൈറ്റ് എടുത്ത് യമനിൽ പോയി അറ്റാക്ക് ചെയ്ത് മടങ്ങാൻ ഏതാണ്ട് 1800 + 2000 അതിനോട് അടുപ്പിച്ചുള്ള കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും ദൂരം പോയി അറ്റാക്ക് ചെയ്യാണെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അത്രയും സംവിധാനങ്ങളും കൂടെ ചേർത്തോണ്ട് വേണം അങ്ങോട്ട് പോകാൻ. അതിന് റീഫ്യൂവലിങ്ങിന്റെ ഫ്ലൈറ്റ് വേണം, അതുപോലെ തന്നെ സ്പൈ പ്ലെയിനുകൾ വേണം. ഇതെല്ലാം ഒരു സെറ്റ് ഓഫ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീമായിട്ടാണ് ഈ മിഷന് വേണ്ടി അവിടെ പോകുന്നത്. അപ്പൊ ഇത് കൃത്യമായ ടാർഗറ്റുകൾ എടുത്തുകൊണ്ട്, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ തവണ പോയപ്പോൾ തന്നെ സ്പൈ പ്ലെയിൻ മൊത്തം യമന്റെ ഫുൾ ജിയോഗ്രഫി എടുത്ത് മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൃത്യമായ സ്ഥലങ്ങൾ അറ്റാക്ക് ചെയ്യാൻ അവർക്ക് പദ്ധതിയുണ്ട്. അത് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ടൈം ടു ടൈം ഒരു പോയി അറ്റാക്ക് ചെയ്തിട്ട് വരും. ഇനി മിസൈൽ വന്നാലും, അതായത് ഇനി ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഇനി മിസൈൽ വന്നാലും വന്നില്ലെങ്കിലും ഇസ്രായേൽ ടൈം ടു ടൈം ഒരു അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവർ ചെയ്തോട്ടെ എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഇതിലുപരിയായിട്ട് ഇറാൻ, ഈ മിസൈലുകളെല്ലാം വരുന്നത് ഇറാനിൽ നിന്നാണോ എന്ന് വരെ സംശയമുണ്ട് ശരിക്കും പറഞ്ഞാൽ. കാരണം ഹൂത്തികൾ ഇറാന്റെ ഡയറക്റ്റ് പ്രോക്സീസ് ആണ്. ഡയറക്റ്റ് ആയിട്ട് തന്നെ അവർ IRGCയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയാണ് ഈ ഹൂത്തികൾ. അപ്പൊ എന്തായാലും ഇറാൻ തന്നെയാണ് ഇതിന്റെ കൾപ്രിറ്റ്. അവസാനത്തെ പോർമുന നീളുന്നത് ഇറാനിലേക്ക് തന്നെയാണ്. ഇപ്പൊ ഏറെക്കുറെ ഒരു പിക്ചറൊക്കെ വളരെ ക്ലിയർ ആണ്. ഇറാൻ ശരിക്കും പറഞ്ഞാൽ ഐസോലേറ്റഡ് ആണ്, ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഹിസ്ബുള്ളയെ അരിഞ്ഞിട്ടതോടുകൂടി തന്നെ ഇറാൻ ഒരു പരിധി വരെ കൈകളും കാലുകളും മുറിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പൊ നിലകൊള്ളുന്നത്. ഇതിന്റെ ഇടയ്ക്ക് വേറൊരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. അതായത് ലെബനാനില് ബെക്ക വാലി, ഈ ബെക്ക വാലിയിൽ ഇന്നലെ ഇസ്രായേൽ അഗ്രസീവായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ബെക്ക വാലിയിൽ, അത് ഇപ്പൊ യമന്റെ വിഷയം ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെ അത് കൂടുതൽ പുറത്തു വന്നില്ല എന്നുള്ളതാണ്. ബെക്ക വാലിയിൽ വളരെ കൃത്യമായിട്ടുള്ള പ്രിസൈസ് അറ്റാക്ക് ആയിരുന്നു. അതായത് ഈ ലെബനാനിൽ, അതായത് ഈ സിറിയക്കുള്ളിൽ ഇപ്പോഴും ഈ അസാദിന്റെ ടീമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്. അവരുടെ സപ്പോർട്ടോടുകൂടി ഈ ഖമനേയി 2 ദിവസത്തിന് മുമ്പ് ഒരു പ്രസ്താവന വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് സിറിയക്കുള്ളിലുള്ള റെജിമിനെ നമുക്ക് താഴെ ഇറക്കാൻ കഴിയും എന്നുള്ളത്.
അപ്പൊ അത് എന്ത് കോൺഫിഡൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവർ ത്രൂ കുറച്ച് വെപ്പൺ എങ്ങനെയും കടത്തി ഹിസ്ബുള്ളയുടെ കൈ കൊടുക്കാം എന്നുള്ള രീതിയിൽ, കാരണം മരുന്നിന് പോലും ഒരെണ്ണം അവിടെ എടുക്കാനില്ല, ഒരു വെടികൊണ്ട് എടുക്കാനില്ല എന്നുള്ള അവസ്ഥയിലാണ് ഹിസ്ബുള്ള അവിടെ കഴിയുന്നത്. അപ്പൊ ആ അവസ്ഥയിൽ എങ്ങനെയും കുറച്ച് എത്തിക്കാം എന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ട് അവിടെ നിന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ അതും കണ്ടെത്തി അവിടെ കൃത്യമായിട്ടുള്ള അറ്റാക്ക് നടത്തിയത്. അതായത് സിറിയ ലെബനാൻ ബോർഡർ ക്രോസിംഗ്, ബെക്ക വാലിയിൽ നിന്ന് സിറിയയിലോട്ട് കടക്കുന്ന ആ ഒരു ബോർഡർ ക്രോസിംഗ്, അതായത് യൻഡ ക്രോസിംഗ് എന്നാണ് പറയുന്നത്. യൻഡ ക്രോസിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള സകല സാമഗ്രികളെയുമാണ് അടിച്ച് തകർത്തിട്ടത്. അതുപോലെ തന്നെ അതിനെ മാത്രമേ ഇസ്രായേൽ എംപസൈസ് ചെയ്ത് പറഞ്ഞോളൂ ഇസ്രായേൽ, ഞങ്ങൾ ഇവിടെയാണ് ഇന്ന സ്ഥലത്താണ് അറ്റാക്ക് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ അതിൽ വേറൊരു കാര്യം കൂടെ ഇസ്രായേൽ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ടുള്ള 3 സ്പോട്ടുകൾ അവിടെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അത് 3 മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾ അടിച്ചിട്ടിട്ടുണ്ട് ഇന്നലെ ബെക്ക വാലിക്കുള്ളിൽ. അത് ഇസ്രായേലിന്റെ സൈഡിലല്ല, ലെബനാന്റെ സൈഡിൽ നിന്ന് ഈ വാർത്ത വന്നിട്ടുണ്ട്. അവർ ക്ലിയർ ആയിട്ടുള്ള ഫുട്ടേജ്, അതുപോലെ തന്നെ ഇസ്രായേലിന്റെ മേലുള്ള അലിഗേഷൻ, അതായത് 300 പ്രാവശ്യം ഇസ്രായേൽ സീസ് ഫയർ ലംഘനം നടത്തി എന്നുള്ളൊരു ക്ലെയിമോട് കൂടി അവർ ആ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ബെക്ക വാലിക്കുള്ളിൽ 3 ബിൽഡിംഗ് തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ഇന്നലെ. ഒരു സൈഡിൽ യമനിലെ ഹൂത്തികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ തന്നെ അതേ ടൈമിൽ ഇവിടെ മറ്റൊരു സൈഡിൽ ഹിസ്ബുള്ളയെയും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് ഒരു മൂലയ്ക്ക് ഇരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേൽ ഇങ്ങനെ ഒരു വാർ പ്രഖ്യാപിച്ച ഉടനെ തന്നെ ഇന്ത്യയിൽ ഒരു മാറ്റം സംഭവിച്ചു. ഇന്ത്യ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വെസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യൻ സൈഡിൽ, അതായത് ബോംബെ ത്രൂ ഈ ഒരു റെഡ് സീ ആ ഒരു മേഖലയിൽ കിടക്കുന്നില്ല, അവിടെ ഏതാണ്ട് 30ഓളം ഫ്ലീറ്റുകൾ, 30ഓളം ഷിപ്പ് നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് കടലിൽ. ഇന്ത്യൻ ഗവൺമെന്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇന്ത്യ പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇസ്രായേൽ ഹൂത്തികളുടെ മേളിൽ ഒരു ആക്രമണം നടത്തുന്നത് കൊണ്ട് തന്നെ അവിടെ വരുന്ന വെസൽസ്, അവിടെ മെർച്ചന്റ് വെസലുകൾക്ക് ത്രെട്ട് ഉണ്ട്. ഇന്ത്യയും അത് ആ ട്രാൻസ്പോർട്ടേഷൻ റൂട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ തന്നെ ഒരു സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഓഷനിൽ ആ ഒരു ഭാഗത്ത് വെസ്റ്റ് ഇന്ത്യൻ ഓഷൻ ഭാഗത്ത് ഒരു ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അവിടെ 30ഓളം ഷിപ്പുകൾ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇത് ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ശരിക്കും ഇറാൻ ഇതിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. ഖമനിയാണ് ഇതിനെക്കുറിച്ച് കണ്ടംപ്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളി പറഞ്ഞിരിക്കുന്നത് എൻറ്റയർ അറബ് വേൾഡില്, എൻറ്റയർ ഗ്ലോബൽ ഇസ്ലാമിക്കില് ഈ ഹോളി യുദ്ധത്തിനെ പിന്തുണയ്ക്കാത്ത ആരും തന്നെ മുസ്ലിമുകളല്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി പറഞ്ഞത്. ഇതിന്റെ അർത്ഥം നമ്മൾ പലതവണ പറഞ്ഞതാണ്, അതായത് ഐസൊലേറ്റഡ്, ഇറാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നുള്ളതാണ്. അത് മാത്രമാണ് ഈ പുള്ളിയുടെ ഈ ഒരു പുലമ്പൽ, ഈ ഒരു വേവലാതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ സിറിയയിൽ പുതിയ ഗവൺമെന്റ് വന്നല്ലോ. ഈ പുതിയ ഗവൺമെന്റ് വന്നപ്പോഴത്തേക്കും അവിടെ ഈ അറബ് രാഷ്ട്രങ്ങളെല്ലാം നെട്ടോട്ട് ഓടുകയായിരുന്നു. അവിടെ ഈജിപ്ത്, ജോർദാൻ, സൗദി അറേബ്യ, പല രാജ്യങ്ങളും അവിടെ പോയിട്ടുണ്ടായിരുന്നു. പോയി ആ ഒരു ലീഡറെ കണ്ട് സംസാരിക്കാനാണ് പോയത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലുമായിട്ടുള്ള താങ്കളുടെ നിലപാട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇനി അറബ് മേഖലയിൽ ഒറ്റ രാജ്യങ്ങളില്ല ഇസ്രായേലിനെതിരെ പൊരുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പൊ ഈ ഇങ്ങനെ ഒരു ഇസ്ലാമിക തീവ്ര നിലപാടുള്ള ആൾക്കാർ അവിടെ സിറിയയിൽ ഭരണത്തിൽ വന്നല്ലോ. അപ്പൊ അവര് ഏത് രീതിയിലാണ് അവരുടെ നിലപാട്? അവർ ഇസ്രായേലിനെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും കൂടെ ഒത്തുചേർന്ന് സിറിയയിൽ നിന്ന് തുടങ്ങാം അടുത്ത യുദ്ധം എന്നുള്ള രീതിയിലാണ് ഇവന്മാരെല്ലാം ഓടി ചെന്ന് കണ്ടത്. പക്ഷെ അവിടെ പണിപാളി. ഇന്ന് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ സിറിയയുടെ പുതിയ റെജിം, അതായത് പുതിയ സിറിയൻ ഗവൺമെന്റിന്റെ ഗവർണർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇസ്രായേലുമായിട്ട് നമുക്ക് ഒരു പ്രശ്നവുമില്ല, ഇസ്രായേലുമായിട്ട് സമാധാനമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഇസ്രായേലുമായിട്ട് ബെറ്റർ റിലേഷൻഷിപ്പ്, അതായത് ഇറാന് കൊടുക്കാത്ത എംബസി വരെ ഇസ്രായേലിന് കൊടുക്കാനുള്ള സാധ്യതയാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സിറിയക്കുള്ളിൽ ഇസ്രായേലിന് എംബസി ഉണ്ടാവും വൈകാതെ, പക്ഷേ ഇറാൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സാഹചര്യം ശരിക്കും പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്സിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇസ്രായേലിനെ ഒരു സക്സസർ എന്നുള്ള നിലയിൽ തന്നെ ഒന്നുകൂടെ ഉറപ്പിച്ച് നിലനിർത്തുന്ന അവസ്ഥയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ഇത് വേറെ ഒന്നുമില്ല, ഇസ്രായേലിന്റെ തനിച്ചുള്ള വിജയമാണിത്. ശരിക്കും പറഞ്ഞാൽ അത്രയും സക്സസ് ആയിട്ട് നിൽക്കുകയാണ് ഇസ്രായേൽ. യമനൊന്നും ഒരുപാട് നാൾ പിടിച്ചു നിൽക്കത്തില്ല ഇസ്രായേലിന്റെ മുന്നിൽ. കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക് അറ്റാക്കുകൾ, ഇനി ഒരു 2-3 പ്രാവശ്യം കൂടെ യമനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കൃത്യമായ സ്പോട്ടുകൾ ഇതേപോലെ പ്രിസൈസ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ യമൻ കഴിഞ്ഞു. പിന്നെ അടുത്ത് ചെയ്യേണ്ട പ്രിസൈസ് അറ്റാക്ക് ഇറാനുള്ളിൽ മാത്രമാണ്. ഇറാന്റെ ന്യൂക്ലിയർ സ്ഥലങ്ങൾ കൃത്യമായി കണ്ടെത്തി മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെയൊക്കെ അടിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മൊസാദ് ഓൾറെഡി തന്നെ റിപ്പോർട്ട് പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവിന് സബ്മിറ്റ് ചെയ്തതാണ്. പക്ഷേ നെതന്യാഹു ആണ് അതിന്റെ മേളിൽ ഒരു ആക്ഷൻ എടുക്കാണ്ട് നമുക്ക് ഹൂത്തികളെ ഒന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് ഇറാനിലോട്ട് പോകാം എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. കാരണം ഇറാനെ അറ്റാക്ക് ചെയ്യുമ്പം ട്രംപ് പൊസിഷനിൽ ഉണ്ടായിരിക്കണം എന്നാണ് നെതന്യാഹു കരുതുന്നത്. നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ US എത്തിയിട്ടുണ്ട്. ജേക്ക് സുലിവൻ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറുമായിട്ട് അവിടെ ഇന്ന് ചർച്ച നടത്തുകയാണ്. അപ്പൊ അതിൽ ഒരുപാട് ഇന്ത്യയുടെ വിഷൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഡിസ്കസ് ചെയ്യുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഡിഫൻസ് മേഖലയിലുള്ള കോഓപ്പറേഷൻ,
ജോയിന്റ് വെഞ്ചർ, ഇതേപോലത്തെ കാര്യങ്ങളാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എക്സിസ്റ്റിംഗ് ഗവൺമെന്റിൽ നിന്നും വരുന്ന ഗവൺമെന്റിലേക്ക് ഇന്ത്യയുടെയും US-ന്റെയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കഴിഞ്ഞ 4 വർഷം നടന്ന കാര്യങ്ങളുടെ പോസിറ്റീവ് നോട്ട് കൃത്യമായിട്ട് വരുന്ന ഗവൺമെന്റിന് സ്വിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ടിന്റെയും കൂടെ ഭാഗമായിട്ടാണ് ഈ വർഷത്തെ അവസാനത്തെ മീറ്റിംഗ്, ഈ ഒരു എക്സിസ്റ്റിംഗ് ഗവൺമെന്റിന്റെ കൂടെയുള്ള അവസാനത്തെ മീറ്റിംഗിന്റെ ഭാഗമായിട്ടാണ് ജയശങ്കർ അവിടെ എത്തിയത്. ഇനി അടുത്ത് പുള്ളി ട്രംപിന്റെ ടീമിലെ ആൾക്കാരെയാണ് കണ്ട് സംസാരിക്കാൻ പോകുന്നത്. ഇന്ത്യ നേപ്പാൾ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് നടക്കുകയാണ്. സൂര്യകിരൺ എന്നുള്ള ഒരു പദ്ധതിയുടെ പേരിലാണ് ആ ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു പദ്ധതി നടക്കുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ മ്യൂച്വൽ ബെനിഫിറ്റിനെ കുറിച്ചും മിലിറ്ററി കോപ്പറേഷനെ കുറിച്ചും സെക്യൂരിറ്റി ഇൻഫർമേഷൻസിനെ കുറിച്ചൊക്കെയുള്ള, അതേപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഈ ഡ്രോൺ സിസ്റ്റം, ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ ആണ് അതിനകത്ത് വരുന്നത്. ഇതിനെക്കുറിച്ചുള്ള ട്രെയിനിങ്, പ്രോപ്പർ ട്രെയിനിങ്, അതായത് മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ എന്നുള്ളതാണ്. ഈ ഒരു മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റ് ആകുന്ന തരത്തിലാണ് ഒരു സൂര്യകിരൺ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് നേപ്പാളിനാണ്, അല്ലാതെ ഇന്ത്യക്കല്ല. പിന്നെ ഇന്ത്യക്ക് ഒരു ഡിപ്ലോമാറ്റിക്കലി എപ്പോഴും ഒരു ടൈപ്പ് വെച്ച് നിലനിർത്തി കൊണ്ടുപോകാം എന്നുള്ള നിലയിൽ, ഒരുപാട് ചൈനയോട് പോയി അടുക്കണ്ടല്ലോ എന്നുള്ള നിലയിലാണ് ഇന്ത്യ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ നേപ്പാളിന്റെ കൂറ് എങ്ങോട്ടാണ്, അവിടുത്തെ ശർമ്മ ഒലി എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം. ശർമ്മ ഒലി 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ചൈന വിസിറ്റ് ചെയ്ത് വന്നത്. അപ്പൊ അവിടുത്തെ ഡെവലപ്മെന്റ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി തന്നെ വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ആ വിവരങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടേക്കൂ. ഇന്ത്യയുമായിട്ട് ഇത്തരം ട്രെയിനിങ്ങുകളൊക്കെ നടക്കുമ്പോൾ തന്നെയും അവരുടെ ഗവൺമെന്റിന്റെ താല്പര്യം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഈ സിറിയയിലുള്ള ഗവൺമെന്റിന് നമ്മൾ എപ്പോഴും പറയുന്നത്, അവർക്ക് ഞാൻ ഒരിക്കലും ഒരു ക്ലീൻ ഷീറ്റ് ഒരിക്കലും കൊടുക്കത്തില്ല. കാരണം അതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് ഡൗട്ട്ഫുൾ ആണ്. അവിടെ തന്നെ ഓൾറെഡി പലതരത്തിലുള്ള ക്ലാഷ് സിറിയക്കുള്ളിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ സിറിയ ഗവൺമെന്റ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്, അൽ ഖ്വയ്ദയുടെ തലപ്പത്തിരുന്ന ഒരാളെ പിടിച്ച് ഇപ്പൊ അത് അവരുടെ സ്പൈ ഏജന്റ് ആയിട്ട്, അതിന്റെ ഹെഡായിട്ട് നിയമിച്ചിരിക്കുകയാണ് സിറിയക്കുള്ളിൽ. അപ്പൊ ഇത് ഏത് രീതിയിൽ പോകും എന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. പക്ഷെ ഇവരുടെ നിലപാടുകൾ എപ്പോഴും ഒരു ഗ്ലൂമിയാണ്. ഇവർക്കൊരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ ഇതുവരെ പുറം ലോകത്ത് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ വെസ്റ്റേൺ കൺട്രീസും മറ്റുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ, യൂറോപ്യൻ കൺട്രീസുമായിട്ടൊക്കെ ഞങ്ങൾ ഡെമോക്രസി, നമ്മൾ ഡെമോക്രാറ്റിക് ആണ്, നമ്മൾ ഡെമോക്രസി രീതിയിലേ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള തീവ്ര മതം ഇൻഫിൽട്രേഷൻ ചെയ്യാനുള്ള ഏർപ്പാടാണ് അവിടെ നടക്കുന്നത്. അതിന്റെയൊക്കെ ചില സൂചനകളാണ് ഇപ്പൊ ഇതാ രണ്ടാമത്തെ കക്ഷിയാണ്. ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വേറൊരു കക്ഷി ഇറാനെതിരെയുള്ള ഒരു അംബാസിഡറായിട്ട് ഇതേപോലെ തീവ്ര നിലപാടുള്ള ഒരാളെ നിയമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അതേപോലെ ഒരു തീവ്രവാദിയെ പിടിച്ച് ഇപ്പൊ ഇതാ ഇന്റലിജൻസിന്റെ തലപ്പത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇത് ഏത് രീതിയിൽ പോകും എന്നുള്ളത് ഇനി കണ്ടറിയണം. ട്രംപ് ഭരണത്തിൽ വരുന്നതിന് മുമ്പേ കുറെ ആക്ഷൻസുമായിട്ട് നടക്കുകയാണ്. അപ്പൊ അതില് പുള്ളി ക്രിസ്മസ് ഡേയുടെ അന്ന് പറഞ്ഞത്, പനാമ കനാലിനെ കുറിച്ചുള്ള ഒരു ക്രിട്ടിക്സ് ആണ് പുള്ളി മുന്നോട്ട് വെച്ചത്. അതായത് താരിഫ് ഭയങ്കര ഹൈ ആണ്, അമേരിക്കയുടെ മെർച്ചന്റ് ഷിപ്പിനൊക്കെ താരിഫ് കുറയ്ക്കണം എന്നുള്ള രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള സംസാരമാണ്. പുള്ളി ഒരു ബിസിനസ് മാൻ ആണ്, അത് നമ്മൾ സമ്മതിച്ചു. പക്ഷെ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയ്ക്ക് മാത്രമായിട്ടൊരു പ്രിവിലേജ് ഒന്നും അവിടെ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പനാമയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ജോസ് റൗൾ മുലിനോ എന്നാണ് പുള്ളിയുടെ പേര്. ജോസ് റൗൾ മുലിനോ പനാമയുടെ പ്രസിഡന്റ് ആണ്. അയാൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, US മാത്രം ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല. പിന്നെ അപ്പൊ ഇതിനെതിരെ ട്രംപ് ആരോപണം നടത്തിയത്, ഇത് ചൈനയുടെ ഇൻഫ്ലുവൻസ് ഇതിനകത്തുണ്ട്, കാനഡയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നൊക്കെ ഈ ഒരു പനാമയുടെ മേളിൽ ഇയാൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി. അപ്പൊ അതിനെ കൃത്യമായി പുള്ളി ഗണ്ണിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. അതായത് പുള്ളി കണ്ടംപ്റ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്, ഇത് ഇങ്ങനെ ചൈനയോ അല്ലെങ്കിൽ ഇത് കാനഡയോ അല്ലെങ്കിൽ ഒരു ഫോറിൻ കൺട്രിയുടെ നിയന്ത്രണത്തിലല്ല പനാമ ഉള്ളത്. പനാമ ഇസ് ഓൺലി ഫോർ എ പനാമേനിയൻ. സോ പനാമ ഇസ് ദ ഓൺലി കൺട്രി കൺട്രോളിംഗ് പനാമ കനാൽ. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് കൂടുതൽ കയറി ഒരു കളിയും കളിക്കാൻ നിൽക്കേണ്ട. മറ്റുള്ളവർ എങ്ങനെയാണോ ടാക്സ് പേ ചെയ്ത് പോകുന്നത് അതുപോലെ തന്നെ US-ന്റെ മെർച്ചന്റ് ഷിപ്പും ടാക്സ് പേ ചെയ്ത് തന്നെ പോകണം എന്നാണ് വളരെ അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാതെ പുള്ളി പറഞ്ഞിരിക്കുകയാണ്. ചൈന കുറെ US-ലുള്ള കുറെ കമ്പനികളെ പിടിച്ച് അങ്ങ് സാങ്ഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ കമ്പനികളുടെ പേര് നമ്മൾ നോക്കാം. അതിനു മുമ്പ് തന്നെ ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ US ചൈനയുടെ മേളിൽ വെച്ചിരിക്കുന്ന ഒരു താരിഫ്, അത് ഓൾറെഡി തന്നെ ചൈനയ്ക്ക് ഒരു ഗട്ട് ഫീലിംഗ് ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ US തായ്വാന് കുറെ വെപ്പൺ സപ്ലൈ നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് നല്ലൊരു ബഡ്ജറ്റ് തന്നെ സെനറ്റിൽ പാസ്സാക്കി തായ്വാന് വെപ്പൺ സപ്ലൈ ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് അമേരിക്ക. അതിൽ ഏതാണ്ട് കുറച്ച് വെപ്പൺസ് ഒക്കെ ഓൾറെഡി തന്നെ ഡെലിവറി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഷിപ്മെന്റ്സ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ചൈന ഭയങ്കര അസ്വസ്ഥരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ ആ വെപ്പൺ സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കമ്പനികളെ ലിസ്റ്റ് ചെയ്തിട്ട് അവരെ സാങ്ഷൻ ചെയ്തതായിട്ട് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിലെ കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസിറ്റു ഇങ്ക് എന്ന് പറഞ്ഞൊരു കമ്പനി, ഹഡ്സൺ ടെക്നോളജീസ് .co, സെറോണിക് ടെക്നോളജി .inc, റോയ്ഥിയോൺ കാനഡ, അതുപോലെ റോയ്ഥിയോൺ ഓസ്ട്രേലിയ, എയർകോം ഇങ്ക്, ഓഷ്യനിങ് ഇൻഡസ്ട്രീസ് ഇങ്ക് എന്ന് പറഞ്ഞ ഇത്രയും കമ്പനികളുണ്ട്. ഇത്രയും കമ്പനികൾക്കും ചൈന സാങ്ഷൻ ഇട്ടിരിക്കുകയാണെന്നുള്ളതാണ്.
ഇപ്പൊ ചൈന സാങ്ഷൻ ഇട്ടത് കൊണ്ട് ഇതിനകത്ത് വലിയ സംഭവം സംഭവിക്കാൻ പോകുന്നില്ല. കാരണം US പ്രവർത്തന മേഖല തന്നെ വേറെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു പകരത്തിന് പകരം ടിറ്റ് ഫോർ ടാക്ക് എന്നുള്ള നിലയിൽ ചെയ്തു എന്ന് മാത്രമേ നമുക്ക് കരുതാൻ പറ്റൂ. അതിനകത്ത് വേറെ ഒന്നും പ്രത്യേകിച്ച് അതിനകത്ത് വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ഒന്നും ഇതിനകത്ത് വരാനില്ല എന്നുള്ളതാണ്. ചൈനയെ പോലത്തെ ഒരു രാജ്യം, രണ്ടാമത്തെ എക്കണോമിക് പവർ ആയിട്ടുള്ള ഒരു രാജ്യം. അപ്പൊ അവരുടേതായിട്ടുള്ള ചില സ്റ്റാൻഡ് എടുക്കേണ്ടതുണ്ട്. ആ ഒരു അർത്ഥത്തിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചത്, യമനിലോട്ട് ഇസ്രായേൽ വാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യ കട്ടയ്ക്ക് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ 30 ഫ്ലീറ്റുകളെ ആ റെഡ് സീ ഭാഗത്ത് ഇറക്കി വിട്ടിരിക്കുന്നത് വെറുതെയല്ല. അവിടെ ഏതെങ്കിലും ഒരു മെർച്ചൻസ്, അതായത് ഇസ്രായേൽ ഇപ്പം അറ്റാക്ക് ചെയ്തെന്ന് വെച്ചോ, വാർ പ്രഖ്യാപിച്ച് ഇസ്രായേൽ അവിടെ അറ്റാക്ക് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവര് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവിടെ വരുന്ന മെർച്ചന്റ് വെസൽസിനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിന് അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരും. കാരണം പിന്നെ നെഗോസിയേഷൻ ആവും. പിന്നെ ഈ ഒരു $1 മില്യൺ വില വരുന്ന ഈ ഒരു ഷിപ്പ്, അതേപോലെ ഇതിലെ സാധനങ്ങൾ ഇതെല്ലാം രക്ഷപ്പെടുത്തി കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വരും. പിന്നെ അവിടെ നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ വാറിന് ഒരു പൂർണ്ണത കിട്ടത്തില്ല. അതിന് തന്നെയാണ് മൊസാദ് ഇന്ത്യൻ ഇന്റലിജൻസുമായിട്ട് സംസാരിച്ചിട്ട് വളരെ കൃത്യമായിട്ട് അവിടെ പ്ലാൻ ചെയ്താണ് ഈ ഒരു 30 ഫ്ലീറ്റുകൾ അവിടെ ഇറക്കി വിട്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.